ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമ്മുടെ റീഗൽ ആക്മി കോളേജിന്റെ കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് നമ്മുടെ 2 ക്ലാസ്സിലോട്ട് കെമിസ്ട്രി ക്ലാസ് കഴിഞ്ഞിരുന്നു. 2 ചാപ്റ്റർ നല്ല വിധേന നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിത് പഠിക്കാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ TMA പോർഷനാണ്. നമുക്കത് ആവശ്യമില്ല. അതിന്റെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഏതിലെ? കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ നേരത്തെ പഠിച്ച 2 ചാപ്റ്ററിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ, അത് തന്നെയായിരുന്നു ഫണ്ടമെന്റൽ. അതിന്റെ കുറച്ച് പോർഷൻസ് കൂടെ ആഡ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിലോട്ട് പഠിക്കേണ്ടി വരിക. നമുക്ക് ആദ്യമേ നോക്കാം ഒരു കെമിക്കൽ ബോണ്ടിങ്. അതായത് നമുക്കറിയാം, കെമിക്കൽ എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റം എന്താണ്, മോളിക്യൂൾസ് എന്താണ്. ഈ ആറ്റംസ് എന്ന് പറയുമ്പോൾ ഓരോ ഏറ്റവും ചെറിയ കണികയാണെന്നറിയാം. ഈ കുറെ കണികകൾ, ആറ്റംസ് ചേർന്നാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന് സ്റ്റേബിൾ കൈവരുന്ന എങ്കിൽ വേറൊരു ആറ്റവും കൂടെ ചേർന്നാൽ മാത്രമേ സ്റ്റേബിൾ വരത്തുള്ളൂ. അല്ലാതെ എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഓരോ ആറ്റം തനിച്ചിരിക്കുമ്പോൾ തന്നെ അതിനൊരു കോൺഫിഡന്റ് ഇല്ല, ഒരു സ്റ്റേബിളിന്റെ അല്ല, അൺസ്റ്റേബിൾ ആണ്. പക്ഷെ വേറൊരു ആറ്റം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്താവും, സ്റ്റേബിൾ ആവും. അതിന് വേണ്ടിയിട്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. അങ്ങനെയാണ് പുതിയ പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോണ്ടിങ്സും, അതിൽ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യുന്നു, കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി എങ്ങനെയാണ് ഈ ബോണ്ടിങ് സാധ്യമാകുന്നത്, എങ്ങനെയൊക്കെ വിധേനയായിരിക്കും ബോണ്ടിങ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ചാപ്റ്ററിലോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനു മുമ്പേ ആദ്യം നമുക്കറിയണം എന്താണ് വാലൻസ് ഷെൽ. എന്താണ് വാലൻസ് ഷെൽ? നമുക്കറിയാം, ഒരു ആറ്റമിന്റെ ഔട്ടർ ഷെല്ലിനെയാണ് എന്ത് പറയുന്നത്, വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഒരു ആറ്റമിന്റെ, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 അല്ലെ? ഫസ്റ്റ് എലമെന്റ് ആണ് എന്തോന്ന്, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് എലമെന്റിന്റെ ഔട്ടർ ഷെല്ലിൽ നമുക്ക് എന്താണ്, ഒരു ആറ്റമേ ഉള്ളൂ അല്ലെ, ഒരു തന്മത. അപ്പൊ എന്താണ്, അതിന്റെ ഇന്നർ ഷെല്ലും ഔട്ടർ ഷെല്ലും ഒന്നേ ഉള്ളൂ. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ട്? 1. അപ്പോൾ അതാണ് വാലൻസ് ഷെല്ലിലെ ഒറ്റ ഇലക്ട്രോൺ. ഹൈഡ്രജൻ കഴിഞ്ഞ എന്താണ്, ഹീലിയം 2. അപ്പൊ എന്താണ്, അതിന്റെ ഔട്ടർ ഷെല്ലിൽ എത്രയാണ്? 2. അത് ഹൈഡ്രജൻ ലിഥിയം 3. അപ്പോഴാ നോക്കൂ, ലിഥിയം 3 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, നമുക്ക് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും രണ്ടാമത്തെ ഷെല്ലിലോട്ട് 1 ഇലക്ട്രോൺസും കാണും. അപ്പോൾ വാലൻസ് ഷെല്ലിലെ ലാസ്റ്റ് ഔട്ടർ ഷെല്ലിൽ എത്രയാ വന്നേ, 1 ഇലക്ട്രോൺ വന്ന. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, അതായത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളെയാണ് ഔട്ടർ ഷെല്ലിനെയാണ് എന്ത് പറയുന്നത്, വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇലക്ട്രോണുകളെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ, വാലൻസ് ഷെൽ എന്താണ്, ഒരു ആറ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ടർ ഷെല്ലിനെ എന്ത് പറയുന്നു, വാലൻസ് ഷെൽ എന്നും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസുകളെ വാലൻസ് ഇലക്ട്രോൺസ് എന്നും പറയുന്നു. അതാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഇവിടെ നമുക്കറിയാം, ഓരോ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, 6 ആണ് അറ്റോമിക് നമ്പർ അല്ലെ. അതിന്റെ നമ്മുടെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ എങ്ങനെ വരും, 2 4. 2 ഈസ് ദ ഫസ്റ്റ് ഷെൽ. ഓക്കെ, ഫസ്റ്റ് ഷെല്ല് വരും. രണ്ടാമത്തെ ഷെല്ല് എന്ത് വരും, 4. ആ രണ്ടാമത്തെ ഷെല്ല് എത്ര നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, 8 അല്ലെ. പക്ഷെ ഇതിൽ വരുന്ന എത്രയാണ്, 6 വരുന്നുള്ളൂ. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ലാസ്റ്റ് ഔട്ടർ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസുകളുടെ എന്ന് പറയുന്നു, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നു. മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലാക്കേണ്ട, കെമിക്കൽ ബോണ്ടിങ്ങിൽ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വാലൻസ് എന്താണെന്നും വാലൻസ് ഷെൽ എന്താണെന്നും വാലൻസ് ഇലക്ട്രോൺസ് എന്താണെന്നുമാണ്. അത് രണ്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. എന്താണ് കെമിക്കൽ ബോണ്ടിങ്? ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, ഒരു ആറ്റം അതിന്റെ സ്റ്റേബിൾ കൈവരിക്കാൻ വേണ്ടി വേറൊരു ആറ്റവുമായിട്ട് കൂടിച്ചേരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്യും അല്ലെ. ഇതിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റം മറ്റൊരു ആറ്റവുമായി ചേരുമ്പോൾ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു. നമുക്കറിയാം, ഒരു ഫ്രണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ടിന് എന്താണ്, അല്ല ഒരാൾക്ക് എന്താണ്, അത്ര ശക്തിയൊന്നും കാണത്തില്ല. വേറൊരു കൂട്ടുകാരനും കൂടി ചേർന്ന് വരുമ്പോൾ എന്താണ്, നല്ലൊരു എനർജറ്റിക് ആവുക, നല്ലൊരു ബോണ്ട് ഫോം ചെയ്യും അല്ലെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ആറ്റം മറ്റൊരു ആറ്റവുമായിട്ട് കൂട്ടിച്ചേരുമ്പോൾ എന്താണ്, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും, കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവും. ഇതിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന. മനസ്സിലായോ? അപ്പോൾ ഒരാറ്റം മറ്റൊരാറ്റവുമായി കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താണ് ബലം അല്ലെങ്കിൽ ഒരു ബോണ്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുള്ളത്
ഈ ബോണ്ടിങ്ങിനെ നമ്മുടെ രണ്ട് ശാസ്ത്രജ്ഞന്മാരും പക്ഷെ ഒരേ സമയമല്ല കേട്ടോ, സോറി, ഒരേപോലെ നിന്നല്ല അവരെന്ത് ചെയ്തത്, പഠനം നടത്തിയത്. ഒരേ കാലയളവിൽ രണ്ട് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്ത് ഈ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെന്താണ്, കോസൽസ് ആൻഡ് ലൂയിസ്. എന്താണ്, കോസൽസ് ആൻഡ് ലൂയിസ്. ഇവർ രണ്ടുപേരും എന്താണ് ഓരോ തിയറി കണ്ടുപിടിച്ചു. രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് പഠനം നടത്തിയെങ്കിൽ ഒരേ കാലയളവിലാണ് ഇവർ കെമിക്കൽ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു തിയറി കണ്ടുപിടിക്കുകയും ആ തിയറിയുടെ പേരെന്താണ്, നമുക്ക് അത് പഠിക്കാനുള്ളത് ആ ബോണ്ടിങ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. എന്താണ്, അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ബോണ്ടിങ് പഠിക്കാനുണ്ട്. കോവാലന്റ് ബോണ്ട് ഉണ്ട്, കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. അപ്പോൾ ആരാണ് നമുക്ക് കണ്ടുപിടിച്ചത്, കോസലും നമ്മുടെ ലൂയിസും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് കണ്ടുപിടിച്ചത്. നമ്മൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ ലൂയിസ് നമുക്ക് ആറ്റങ്ങളുടെ ലാസ്റ്റ് ഔട്ടർ ഷെല്ലിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സൂത്രപണി ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താണ്, ഡോട്ട് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, ലൂയിസ് സിമ്പൽ അല്ലെങ്കിൽ ലൂയിസ് നൊട്ടേഷൻ എന്ന് പറയും. എന്താണ് ലൂയിസ് സിമ്പൽ? അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ അതിന്റെ ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ടാണ് ആരുപയോഗിച്ചത്, ലൂയിസ് ഉപയോഗിച്ചത്. അതിനെയാണ് എന്ത് പറയുന്നത്, ലൂയിസ് സിമ്പൽ അല്ലെങ്കിൽ ലൂയിസ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം, അതിന്റെ ഔട്ടർ ഷെല്ലിൽ എന്താ ഉള്ളേ, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ വേണ്ട നോക്കിയോ, ഹൈഡ്രജൻ, ഈ ഡോട്ട്സ് കണ്ട ഒരു ഇലക്ട്രോൺ, ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂയിസ് എന്ത് ഉപയോഗിച്ചു, ലൂയിസ് സിമ്പൽ ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ, ഹൈഡ്രജന്റെ ഔട്ടർ ഷെല്ലിൽ എത്രയുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ വേണ്ട ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഹൈഡ്രജൻ കഴിഞ്ഞ ഹൈഡ്രജൻ, ഹീലിയം. ഹീലിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ ഒരു ഡോട്ട് ഇട്ടു, ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. അപ്പോൾ ഹീലിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ എത്രയുണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം. ഒരു ലൂയിസ് സിമ്പൽ നമുക്ക് പെട്ടെന്ന് റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയാണ്, ഡോട്ട് ഉപയോഗിച്ച്. ചില സാഹചര്യങ്ങളിൽ ഇൻറ്റു മാർക്ക് ഉപയോഗിച്ചും എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഡോട്ട് ഉപയോഗിച്ചായിരിക്കും പ്രധാനമായിട്ടും പഠിക്കാനുണ്ടാവുക നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ട് എന്നതാണ് എന്ത് പറയുന്നത്, ലൂയിസ് സിമ്പലിൽ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ലിഥിയത്തിനാണെങ്കിൽ 3, 1, 2, 3. അതേപോലെ നോക്കിയോ, സൾഫർ 16 എന്ത് പറയുന്നത്, അറ്റോമിക് നമ്പർ 16. നമുക്ക് എങ്ങനെ എഴുതാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ ഇവിടെ 8, 2, 10, അടുത്ത് വന്നത് 6, 6. ലാസ്റ്റ് ഷെല്ലിൽ എന്താ ഉള്ളത്, 6 ഇലക്ട്രോൺ. അപ്പൊ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്താണ്, 6. ഇത് റെപ്രസെന്റ് ചെയ്യണ എങ്ങനെയാണ്, 2, 4, 6. ഓക്കെ, സൾഫറിന്റെ നമ്മുടെ ഇലക്ട്രോണിക് നമ്മുടെ ലാസ്റ്റ് ഷെല്ലില് ലൂയിസ് സിമ്പൽ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സെല്ലിനെയും എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഔട്ടർ ഷെല്ലിനെ ലൂയിസ് സിമ്പൽ വെച്ചിട്ട് എന്തോന്ന് ചെയ്യുന്നത്, നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, നമ്മള് ലൂയിസ് നൊട്ടേഷൻ അല്ലെങ്കിൽ ലൂയിസ് സിമ്പൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നേ, നമുക്ക് ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലൂയിസ് സിമ്പൽസ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് തിരിച്ച് അതിലോട്ട് വരാം. നമ്മൾ പറഞ്ഞു ലൂയിസും കോസലും കൂടെ എന്ത് കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് കണ്ടുപിടിച്ചു. എന്താണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്? നമ്മൾ നോക്കൂ, ഒരു ആറ്റം, അതായത് ഇപ്പോ ഒരു ആറ്റം അതിന്റെ ഷെല്ലിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി, സ്റ്റേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ആറ്റത്തിന് എന്ത് വേണം, 8 ഇലക്ട്രോൺ. അതായത് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. എന്തിനാണ്, ആ ആറ്റത്തിന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒന്നേ ലോസ് ചെയ്യും ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 വിധേന എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ നേടാനോ നഷ്ടപ്പെടുത്താനോ ഷെയറിങ് വഴിയോ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണുകൾ ആറ്റംസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ടിൽ വരുന്നത് ഈ ആറ്റംസ് എന്തോ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ശ്രമിക്കും. ഇതിനെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഒന്ന്, ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആയിട്ടും എന്ത് ചെയ്യും, ഈ ആറ്റംസ് മാറും. എങ്ങനെയാണ്,
നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാനായിട്ടാണെങ്കിൽ ഇതിൽ പെട്ടെന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ആയിട്ടും നമ്മൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ എന്താണ് പോസിറ്റീവും, ആ ഇലക്ട്രോൺ ഞാൻ വാങ്ങി അല്ലെ വേറൊരാൾ വാങ്ങിയെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടും കിട്ടും. ഈ പോകുന്നതിനെ കാറ്റയോൺ എന്നും ആ കിട്ടുന്നത് ഇലക്ട്രോൺസിനെ ആറ്റംസിനെ ആനയോൺ എന്നും പറയും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ് എന്തോന്ന് കാറ്റയോൺ, നെഗറ്റീവ് ചാർജ് ആണ് ആനയോൺ. ഓക്കെ, അത് നോക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്കറിയാം ഒരു കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് രണ്ട് ആറ്റംസ് ശ്രമിക്കും. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ എന്ത് ചെയ്യും, അവര് നഷ്ടപ്പെടുത്തും, കൊടുക്കും. അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ആറ്റം വാങ്ങിച്ചിട്ട് ഔട്ടർ ഷെല്ലിലെ 8 ഇലക്ട്രോൺ സ്റ്റേബിൾ ആകാൻ വേണ്ടി ആറ്റംസ് ശ്രമിക്കും. ഇതിനെയാണ് ആ സമയത്തുണ്ടാകുന്ന ഒരു ബോണ്ടിനെയാണ് എന്ത് പറയുന്നത്, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോഴ് കോസും ലൂയിസും കൂടി എന്ത് കണ്ടുപിടിച്ചു, ഒരു അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ എന്ത് ചെയ്ത് വിട്ടുകൊടുത്തുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ നേടിയെടുത്തും കൊണ്ട് ആറ്റംസ് അതിന്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിനെ പറയുന്ന ആ ഒരു ബോണ്ടിങ്ങിനെ പറയുന്ന പേരാണ് എന്താണ്, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള നമ്മൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസുകൾ എന്ത് പറയുന്നു, കാറ്റയോൺസ് എന്നും നെഗറ്റീവ് ചാർജിനെ ആനയോൺസ് എന്നും പറയുന്നു. നമുക്കിവിടെ ഒന്ന് നോക്കാം എക്സാമ്പിൾ ആയിട്ട്. നോക്കൂവിടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 11. അപ്പൊ നോക്കാം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 281. ലാസ്റ്റ് ഷെല്ലിൽ എന്താണ്, 1 ഇലക്ട്രോൺ അല്ലെ, ഒരു ഇലക്ട്രോണേ ഉള്ളു. അതായത് വാലൻസ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ എന്താണ്, നമുക്ക് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയ്ക്കണമെങ്കിൽ ഈ ഒരു 1, അതായത് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ പോരെ. അതായത് എന്താണ്, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്, 11 ആണ്. ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിൽ 8 ഉണ്ട്. അപ്പൊ നമുക്ക് സോഡിയത്തിന് സ്റ്റേബിൾ കൈവരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആ തിയറി അനുസരിച്ച് അതിനെന്താണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഔട്ടർ ഷെല്ലില് 8 ഇലക്ട്രോൺ മാത്രം മതിയാവും. അപ്പൊ നമുക്ക് ഇതിൽ എളുപ്പം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, വേറെ ആർക്കെങ്കിലും ഒരു ഇലക്ട്രോൺ കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക്. അപ്പോഴത്തേക്ക് ഇവിടെ എന്തോന്ന് 8 ആവും. അപ്പോഴത്തേക്ക് സോഡിയം എന്തായി, സ്റ്റേബിൾ കൈവരിച്ചു കഴിഞ്ഞു. ഓക്കെ, ഈ വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോണിനെ വേറെ ഏതെങ്കിലും സ്വീകരിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ 17 ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ, 287. ഇവിടെ നോക്കി, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റേബിൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടത്തേക്ക് വേണം. അപ്പോഴെന്ത് ചെയ്യുന്നു, ഈ 7 നിന്ന് നമുക്ക് എന്ത് ചെയ്യും, എളുപ്പം എന്താണ്, നഷ്ടപ്പെടുത്തുന്നത് പാടാണ് അല്ലെ. 7 നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1 ഇങ്ങോട്ട് വാങ്ങാനേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ സോഡിയത്തിന് നമ്മൾ കൊടുത്ത ആ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എങ്ങോട്ട് വാങ്ങിക്കുന്നു, ക്ലോറിലോട്ട് വാങ്ങുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെയാവും കോൺഫിഗറേഷൻ, 288 ആവും അല്ലെ. അങ്ങനെ സോഡിയത്തിലെ 1 വിട്ടുകൊടുത്തുകൊണ്ട് എന്താണ് സോഡിയം 8 സ്റ്റേബിൾ ആകുകയും ക്ലോറിൻ 1 വാങ്ങിക്കൊണ്ട് ലാസ്റ്റ് ഔട്ടർ ഷെൽ എന്ത് ചെയ്യുന്നുണ്ട്, 8 പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും, അതായത് സോഡിയവും ക്ലോറിനും സ്റ്റേബിൾ ആയി അവരൊരു മോളിക്യൂൾസ് ആയിട്ട് അവിടെ ഫോം ചെയ്യുന്നു. ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന സോഡിയത്തിന് പോസിറ്റീവ് ചാർജും നേടുന്ന എടുക്കുന്നതിന് നെഗറ്റീവ് ചാർജ്, അതായത് ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ പോസിറ്റീവ് ചാർജ് കിട്ടും കേറ്റയോണെന്നും, അത് വാങ്ങുന്നതിന് നെഗറ്റീവ് ചാർജ് ഇല്ലേല് ആനയോണെന്നും പറയുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം ഇലക്ട്രോ വാലന്റ് ബോണ്ടിനെ? പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺസുകളും നെഗറ്റീവ് ചാർജുള്ള ആന്റിയോൺസുകളും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിനെയാണ് എന്ത് പറയുന്നത്, അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, വാലൻസ് ഷെൽ എന്തെന്ന് പഠിച്ചു. ഓക്കെ, ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഷെല്ലിനെയാണ് എന്താ പറഞ്ഞാൽ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഔട്ടർ ഷെല്ലിനകത്ത് കാണുന്ന ഇലക്ട്രോൺസുകളെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പഠിച്ചു കെമിക്കൽ ബോണ്ട്, രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്തതിനെ കെമിക്കൽ ബോണ്ട് എന്ന് പഠിച്ചു. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാരെ കോസലും ലൂയിസും അവരെന്ത് ചെയ്തു, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്താണെന്ന്
എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഇവർ പറയുന്ന ഈ തിയറിക്കകത്ത് എല്ലാ ആറ്റമും ഒക്ടറ്റ് റൂൾ അനുസരിച്ചിരിക്കണം. എന്താണ് ഈ ഒക്ടറ്റ് റൂൾ? അതായത് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഈ തിയറി അനുസരിച്ച് തിയറി ഏതാ? നമ്മുടെ അയോണിക് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിന്റെ ആ ഒരു തിയറി അനുസരിച്ച് നമ്മുടെ എല്ലാ ആറ്റംസുകളും സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് എന്ത് പൂർത്തിയാക്കിയിരിക്കണം? ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ആറ്റങ്ങൾക്ക് സ്റ്റേബിൾ കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ഈ ഒക്ടറ്റ് റൂള്? നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എന്താണ്? ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികയുന്നതിന് വേണ്ടിയിട്ട് ആറ്റംസ് ശ്രമിക്കുന്നു. അങ്ങനെ 8 ഇലക്ട്രോണുകൾ തികയ്ക്കണം. ഈ റൂളിനെയാണ് എന്ത് പറയുന്നത്? ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. എന്താണ് ഒക്ടറ്റ് റൂൾ? എന്താണ് പറയുന്നത്? ഒരാറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വേണം. എന്തിനു വേണ്ടിയിട്ട്? ആറ്റത്തിന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺസ് ആവശ്യമാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈ റൂളാണ് എന്തെന്ന്? ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഒക്ട എന്ന് പറയുന്നത് എന്താ? ഒക്ട, ഹെട്ര, ഹെക്സ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ 8 ഇലക്ട്രോണുകൾ ഔട്ടർ ഷെല്ലിൽ ആവശ്യമാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. അടുത്ത ചെറിയൊരു പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്നും ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി ആണെന്നും ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നും മനസ്സിലാക്കണം. ഈ 3 എൻതാൽപ്പി എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാ നമുക്ക് പഠിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പൊ സോഡിയം, ഇതിൽ തന്നെ ഉദാഹരണമുണ്ട്. സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോണിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ്? പോസിറ്റീവ് വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആകുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്ന? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഒരു ആറ്റം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നതിന് എന്ത് പറയുന്നു? ആ ഒരു പ്രോസസ്സിന് എന്ത് പറയുന്നു? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നെക്സ്റ്റ് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ്? ആ ഒരു ബോണ്ടിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മളത് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 എൻതാൽപ്പിയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് വലിയ എൻതാൽപ്പി കിട്ടും. വലിയൊരു പ്രോസസ്സാണ്. ഈ 2 ആറ്റംസും, സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റവും ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റവും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആറ്റംസ് 2 ആറ്റവും കമ്പൈൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? NaCl കിട്ടും അല്ലെ. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ഈ 2 ഒരുമിച്ച് ചേർന്ന് വേറൊരു മോളിക്യൂൾസ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താണ്? ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ഒരു ആറ്റം അതിന്റെ ഔട്ടർ ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി. അടുത്തെന്താണ്? ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം ആ ഇലക്ട്രോണിനെ നേടിയെടുക്കുന്നു, ഗെയിൻ ചെയ്യുന്നു. ഇതിനെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തോന്ന്? ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി. മനസ്സിലായോ? ഈ 2 നേടിയെടുക്കുകയും നഷ്ടപ്പെടുകയും, അതായത് ഒരു പോസിറ്റീവ് കാറ്റയോണും ഒരു നെഗറ്റീവ് ആനയോണും കൂടി കമ്പൈൻ ചെയ്ത് പുതിയൊരു മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിയേ ഒന്നുകൂടെ. എന്താണ് എൻതാൽപ്പി എന്ന് മനസ്സിലായി? ഒക്ടറ്റ് റൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കൽ കൂടെ പറയണോ? ഒക്ടറ്റ് റൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയ്ക്കാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. ആറ്റത്തിന് ആ ഒരു റൂൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ സ്റ്റേബിൾ കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ആര് ചെയ്തത്? കോസലും ലൂയിസും ചേർന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഒക്ടറ്റ് റൂള് വെച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. എന്തൊക്കെ പഠിച്ചു? നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി വരെ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോവാലന്റ് ബോണ്ട് ആണ്. എന്താണ് കോവാലന്റ് ബോണ്ട്? നമ്മൾ നേരത്തെ ഏത് ബോണ്ടാ പഠിച്ചേ? അയോണിക് ബോണ്ട് പഠിച്ചു. അതിന് തന്നെ ആരാണ് അത് രൂപകൽപ്പന ചെയ്ത? ആരാണ്? കോസലും ലൂയിസും ചേർന്നാണ് ഫോം ചെയ്ത് അയോണിക് ബോണ്ട് ഫോം ചെയ്തത്. നമ്മൾ നെക്സ്റ്റ് ഫോം പഠിക്കാൻ പോകുന്നത് കോവാലന്റ് ബോണ്ട്. എന്താണ് ആ കോവാലന്റ് ബോണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചു 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഒരു ബോണ്ടാണ് എന്തോന്ന്?
അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, കോവാലന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴത്തേക്ക് ഒരു ആറ്റം, അതായത് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങളുടെ പരസ്പരം ഷെയറിംഗ് നടത്തുന്നു. ഷെയറിംഗ് മുഖേന ഉണ്ടാകുന്ന ആ ഒരു ബോണ്ടിങ്ങിനെ പറയുന്ന പേരാണെന്ത്? കോവാലന്റ് ബോണ്ട്. നമുക്ക് പറയാം ഇലക്ട്രോണുകൾ ഒരു നമ്മുടെ ഈ തിയറി അനുസരിച്ച് എന്ത് ചെയ്യണം, ലോസ് ചെയ്യുമ്പോഴോ ഗെയിൻ ചെയ്യുമ്പോഴോ ഷെയർ ചെയ്യുമ്പോഴോ എന്താണ്, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് സ്റ്റേബിൾ ആക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം രണ്ടെണ്ണം പഠിച്ചു, ഗെയിൻ ചെയ്തും ലോസ് ചെയ്തും നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ആറ്റംസിനെ സ്റ്റേബിൾ ചെയ്തു. അതിനെയാണെന്ന് പറയുന്ന ബോണ്ട് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയറിംഗ് മുഖേന എങ്ങനെയാണ് ഒരു ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഷെയറിംഗ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആറ്റങ്ങളെ നമുക്കൊരു ബോണ്ടിൽ കൊണ്ടുവരാൻ പറ്റുക എന്നതാണ്. അങ്ങനെയുള്ള ഷെയറിംഗ് മുഖേന രണ്ട് ആറ്റങ്ങളെ കൂടിച്ചേരുന്ന ആ ഒരു ബോണ്ടിങ്ങിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഷെയറിംഗ് മുഖേന രണ്ട് ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോണുകൾ ദഹിക്കണം, അതായത് ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു ബോണ്ടാണ് എന്താണ്? കോവാലന്റ് ബോണ്ട് ബൈ ഷെയറിംഗ്. എങ്ങനെയാണ് നമുക്ക് ഷെയറിംഗ് ചെയ്യുക നോക്കാം. നോക്കൂ, ഇവിടെ ഞാൻ രണ്ട് ക്ലോറിൻ Cl2 എന്ന് പറയുന്നത് രണ്ട് ക്ലോറിൻ ആറ്റങ്ങളാണ് അല്ലെ. Cl എന്ന് വെച്ചാൽ ഒരു ക്ലോറിൻ ആറ്റം, രണ്ട് ക്ലോറിൻ ആറ്റം Cl2. ഇവിടെ നോക്കൂ, Clന്റെ അതായത് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ 17 ആണ്. ഓക്കെ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? 17 ആണ്. ഈ അറ്റോമിക് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287, റൈറ്റ്? 287. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല് ആൻഡ് ലാസ്റ്റ് ഷെല്ല്. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ കോൺഫിഗർ ചെയ്യുമ്പോൾ? 7 അല്ലെ. അപ്പൊ നമ്മൾ ഒരു ക്ലോറിൻ ആറ്റം എഴുതി, നമ്മൾ പഠിച്ചു നേരത്തെ ലൂയിസ് സിമ്പൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. Cl ലാസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 7. നമ്മൾ എന്താണ് 7 ഇലക്ട്രോൺസ് നമ്മൾ വെച്ചു. 2, 4, 6, 1, 7. അപ്പൊ രണ്ട് ക്ലോറിൻ ആറ്റം ഉണ്ടല്ലോ, നമ്മൾ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്തു, അടുത്ത ക്ലോറിൻ ആറ്റം എഴുതി. അതിലും എന്താണ് ലാസ്റ്റ് ഷെല്ല്, അതായത് Cl2 എന്ന് വെച്ചാൽ രണ്ട് ക്ലോറിൻ ആറ്റം, 1, 2. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നമുക്ക് എന്തുണ്ട്? 7. രണ്ടില് നമ്മൾ 7 ഇലക്ട്രോൺസ് വെച്ചു, റൈറ്റ്? ഇവിടെ നോക്കൂ, 7 ഉള്ളു. അപ്പോൾ നമുക്ക് ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ഒരു ഔട്ടർ ഷെല്ലിലേക്ക് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോൺസ് വേണം? 8 വേണം. അപ്പോൾ ഒന്നിന്റെ കുറവുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പുറത്തൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ അപ്പൊ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് വരച്ചു 2, 4, 6. ഇവിടത്തെ നമ്മുടെ 1, ഇവിടെ നിന്ന് കൂടെ നമ്മൾ കൈയെടുത്ത് എന്ത് ചെയ്തു, ഒരു ക്ലോറിൻ ആറ്റത്തിന് സ്റ്റേബിൾ ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടേ. അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് കയറി അടുത്ത ക്ലോറിൻ ആറ്റത്തിലാണ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. പരസ്പരം രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഓരോരോ ആറ്റത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ക്ലോറിനിൽ എത്രയായി? 8. ഈ ക്ലോറിൽ എത്രയായി? 8. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു പെയർ, അതായത് രണ്ടെണ്ണം, ഒരു പെയർ നോക്കിയാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ല, പെയർ എന്ന് വെച്ചാൽ 2 അല്ലെ. ഒരു പെയർ ഇലക്ട്രോണുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു ബോണ്ടിനെ പറയുന്നതാണ് കോവാലന്റ് ബോണ്ടിലെ സിംഗിൾ ബോണ്ട് എന്ന് പറയും. എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ? എന്താണ്, ഒരു നമ്മുടെ ഇലക്ട്രോണുകളുടെ എന്താണ് ഷെയറിംഗ് മുഖേന ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന അല്ലെ, ഷെയർ ചെയ്യുന്ന ആ ഒരു ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്, റൈറ്റ്? ഈ കോവാലന്റ് ബോണ്ടിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഒന്ന് കൊടുത്തു, ഇവിടെ നിന്ന് ഒന്ന് കൊടുത്തു, അപ്പൊ 2 അല്ലെ. ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. ഇതിന് എന്ത് പറയുന്നു? സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നു. എന്താണ്? സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട്. ഒറ്റ പെയറാണ് നമ്മൾ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത്, റൈറ്റ്? അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, വേറൊരു എക്സാമ്പിൾ O2. ഇതിന് O2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്, O. അത് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ലാസ്റ്റ് ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ ഓയിൽ 6 ഇലക്ട്രോൺ എഴുതി, 2, 2, 2, 6. രണ്ടാമത്തെ ഓയിൽ 2, 2, 2. അപ്പൊ നമുക്ക് ഇത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ഇലക്ട്രോൺസ് വേണം? 8. 2, 2, 2, 6 ഉള്ളൂ. നമ്മൾ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു, 2 ഇലക്ട്രോൺ കൊടുത്ത് ഒരു ഓക്സിജൻ ആക്കി, അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇപ്പുറത്തെ ഓക്സിജനിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, 2, 2, 2, ഇപ്പുറത്ത് നിന്ന് എടുത്ത് 2, 8 ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 പെയർ ഇലക്ട്രോണുകൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു അല്ലെ. ഇവിടെ നോക്കിയോ, ഒരു പെയർ ഒന്നും ഇവിടെ അല്ലെ. ഈ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ നോക്കൂ, ഓരോ പെയർ. അപ്പോഴെന്താ, ഇതിനെ പറയുന്ന പേരാണ്
രണ്ട് പെയർ ഇലക്ട്രോണുകൾ നമ്മൾ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ഇതിനെയാണെന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട് എന്ന് പറയപ്പെടും. എന്താണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട്? മനസ്സിലായോ? അപ്പൊ എന്താണ് നമ്മൾ O2 എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് ഇന്നർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. അത് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്ട്രോണുകൾ ഇപ്പുറത്തെ ഓക്സിജൻ നിന്ന് എന്ത് ചെയ്തു, ഷെയർ ചെയ്തെടുത്തു. ഈ ഓക്സിജൻ നിന്ന് ഇവിടത്തെ ഓക്സിജൻ അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്തു. അപ്പൊ ഇവിടെ എന്താണ് ഡബിൾ ബോണ്ട് ആണ് വന്നത്. നോക്കൂ, കണ്ടോ, ഇവിടെ നിന്ന് ഒരു പെയർ, ഇവർ രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഷെയർ. അപ്പോൾ ഇവിടെ നിന്ന് 4 അല്ലെ, 2 2 4 6 7 8 ഇലക്ട്രോണുകളായി. ഇപ്പുറത്തും അങ്ങനെയാണല്ലോ, 2 4 6 7 8. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ എന്ത് ചെയ്തു, മോളിക്യൂൾസ് ആയിട്ട് സ്റ്റേബിൾ കൈവരുത്തി. ഇതിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ടിൽ എന്താണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നാണ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയറിംഗ് മുഖേന പോകുന്നുണ്ടെങ്കിൽ എന്താണ് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട്. രണ്ട് ഇലക്ട്രോൺസുകളാണ്, രണ്ട് പെയേഴ്സ് ആണ് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പൈ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയും. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. N2 നൈട്രജന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ പറയുമ്പോൾ 2 5 7 അല്ലേ. അതിന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് 2 5. ഇവിടെ നോക്കൂ, ഒരു നൈട്രജനിൽ 5 ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്, രണ്ടാമത്തിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഉണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളതിന് നമ്മൾ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടാണ് എന്ത് ചെയ്തത്, ലൂയിസ് സിമ്പിളിനെ റെപ്രസെന്റ് ഡോട്ടും ഇടാൻ ഞാൻ പിന്നെ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇൻറ്റു മാർക്ക് ഇട്ടു. ഇതിൽ നമ്മൾ ഇവിടെ 2 5, അപ്പൊ ഇവിടെ വരാൻ പറ്റും 6 7 8. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വരച്ചു അല്ലേ. അപ്പൊ ഇവിടെ എന്തത്, ഈ നൈട്രജൻ ആറ്റം ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേബിൾ ആയി. ഈ നൈട്രജൻ ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു 8. അപ്പോൾ പരസ്പരം നോക്കൂ, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, 2 പെയർ ഓഫ് ഇലക്ട്രോൺ, 3 പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ നൈട്രജൻ 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ഇതിനെയാണ് കൊവാലന്റ് ബോണ്ടിലെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. എന്താണ് 3 പെയർ ഓഫ് ഇലക്ട്രോൺസുകൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു ബോണ്ടിനെ പറയുന്ന പേരാണ് എന്ത്, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താണ് കൊവാലന്റ് ബോണ്ടിൽ പഠിച്ചത്, ഇലക്ട്രോൺ അതായത് ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സ്റ്റേബിൾ കൈവരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറ്റങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനെന്താ ഷെയറിംഗ് മുഖേനയാണ് ഒരു ബോണ്ട് അവര് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു, അതിനെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നു. കോവാലന്റ് ബോണ്ടിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഷെയറിംഗ് മുഖേന ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പരസ്പരം ഷെയറിംഗ് മുഖേന വരുന്നുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട് എന്നും അല്ലെങ്കിൽ സിഗ്മ എന്നും. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട് എന്നും. 3 ഇലക്ട്രോൺ പെയറുകൾ, അതായത് 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രിപ്പിൾ ബോണ്ട് എന്നും പറയപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച എന്ത് ടോപ്പിക്കാണ്, ഈ ഒരു പോർഷൻ അല്ലെ ഹാഫ് പോർഷൻ ആണ്. ഓക്കെ, ഈ പാർട്ട് 1ൽ ഞാൻ പറയാൻ പോകുന്ന ഇത്രയും പോർഷൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു എന്താണ് ബാലൻസ് ഷെൽ എന്തെന്ന് പഠിച്ചു, ബാലൻസ് ഇലക്ട്രോൺ എന്തെന്ന് പഠിച്ചു, നെക്സ്റ്റ് കെമിക്കൽ ബോണ്ട് എന്തെന്ന് പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്താണ് കോസലിന്റെയും ലൂയിസിന്റെയും ആ തിയറി, അതായത് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്തെന്ന് പഠിച്ചു. ലൂയിസിന്റെ സിമ്പൽ, ആ ഡോട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു മാർക്ക് വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ലൂയിസിന്റെ എന്താണ് സിമ്പൽ അല്ലെങ്കിൽ ലോയിസ് നൊട്ടേഷൻ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്, ഇപ്പോൾ നമ്മൾ പഠിച്ചെന്താണ് പിന്നെ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചു അല്ലെ. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി, കാറ്റയോൺസും ആനയോൺസും അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്, ഒരാറ്റത്തില് ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിട്ടു കൊടുക്കുന്നതിനെ അയണൈസേഷൻ എൻതാൽപ്പി ആ പ്രോസസ്സിനെ പറയുന്നു. സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നു. അതോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓരോ രണ്ടും കൂടെ ചേർന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയുന്നു, ആ രണ്ടും കൂടെ ചേർന്ന് ഒരു മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയുന്നു, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. നമ്മൾ അത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്ര ഒരു പോർഷൻ, അതായത് നമ്മളിത് ഫസ്റ്റ് ഒരു പാർട്ടാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് നമ്മുടെ ഈ ടെക്സ്റ്റ് ഈ കെമിക്കൽ ബോണ്ടിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണിത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പാർട്ട് ഫസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിന്റെ ഹെവി ലെസൺ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് വ്യൂ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് വരാം. അതിനു മുമ്പ് ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. മുമ്പുള്ള ക്ലാസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലോട്ട് നമുക്ക് കാണുന്നത് വരെ താങ്ക് യു.